ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടവൾ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ തലയുടെ അജിത്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രം വിടാമുയർച്ചയുടെ ടീസർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു. ഇന്നലെ രാത്രി 11:08 ടീസർ പുറത്തുവിട്ടത്. അതായത് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ വന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ഷോക്കിംഗ് ആയിരുന്നു എന്ന് പറയാം ഈ ഒരു അപ്ഡേറ്റ്. അതായത് മാസങ്ങളായിട്ട് ആരാധകർ അപ്ഡേറ്റ് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വിടാമുയർച്ച എന്നത് വളരെ നീണ്ട ഒരു പ്രോസസ്സിംഗ് ആയിരുന്നു എന്ന് പറയാം. കാരണം അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രം തിയേറ്ററിലെത്തിയത് 2023 ജനുവരി. 2021 പൊങ്കൽ റിലീസായിരുന്നു. അതും വിജയുടെ വാരിസിനൊപ്പം ക്ലാഷ് വെച്ചായിരുന്നു ചിത്രം തിയേറ്ററിലേക്ക് എത്തിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ വന്നിട്ട് 2 വർഷമായി അപ്പോൾ ഇന്നലെ രാത്രി 11:08 ടീസർ സൺ TV തങ്ങളുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ടത്. അതായത് ഇന്നലെ കിടക്കാൻ തുടങ്ങുകയായിരുന്നു. അതായത് ഉറങ്ങാൻ പോകുന്നതിന് ഒരു 10-15 മിനിറ്റ് മുമ്പാണ് ഇങ്ങനെ ഒരു റൂമർ പോലെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കണ്ടത്, ഇത് ടീസർ ഇന്ന് വരുമെന്ന്. ഏകദേശം ഒരു 10:45-11 മണിയൊക്കെ ആയി കാണുമായിരിക്കും ആ ടൈമിൽ. എന്നാൽ അതുകൂടെ കണ്ടിട്ട് വരുമോ ഇല്ലയോ അന്നേരം നമുക്ക് ഉറപ്പില്ല. ഞാനിത് വിശ്വസിച്ചില്ല. എങ്കിലും വരുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് കിടക്കാമെന്ന രീതിയിൽ 11:08 വരെ ഇങ്ങനെ കാത്തിരുന്നപ്പോൾ 11:08 സൺ TVയുടെ യൂട്യൂബ് ചാനലിലൂടെ അവരത് പുറത്തുവിട്ടു. അപ്പോൾ കണ്ടപ്പോൾ തന്നെ വളരെയധികം ഇഷ്ടപ്പെട്ടു ടീസർ. കാരണം വളരെ മികച്ച ഒരു ടീസർ. അതായത് അജിത്തിൻ്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസും അതോടെ മനോഹരമായ വിഷ്വൽസും പ്രത്യേകിച്ച് ഒരു ഹോളിവുഡ് സ്റ്റൈൽ മേക്കിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ബ്രേക്ക് ഡൗൺ എന്ന ഹോളിവുഡ് ചിത്രം 1997 പുറത്തിറങ്ങിയതാണെന്ന് തോന്നുന്നു. 97 99 അത്ര കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ആ സമയത്ത് പുറത്തിറങ്ങിയ ഒരു ഹോളിവുഡ് ചിത്രത്തിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ടാണ് ചിത്രം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഹോളിവുഡ് സ്റ്റൈൽ മേക്കിംഗ് ആയിട്ടാണ് എനിക്ക് ടീസർ കണ്ടപ്പോൾ തോന്നിയത്. വളരെ മനോഹരമായ വിഷ്വൽസ്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്ന ഓം പ്രകാശാണ്. അതോടൊപ്പം അജിത്തിൻ്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസും എല്ലാം കൊണ്ടും ടീസർ വളരെയധികം ഇഷ്ടപ്പെട്ടു. അതോടൊപ്പം മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡയലോഗ് ഇല്ലാത്ത ഒരു ടീസറായിരുന്നു ഇത്. അതോടൊപ്പം ടീസറിനെ വേറെ ലെവലാക്കിയത് അനിരുദ്ധിൻ്റെ ആ ഒരു BGM ആണ്. BGM വേറെ ലെവലായിരുന്നു എന്ന് പറയാം. അതോടൊപ്പം അജിത്തിൻ്റെ ഫൈറ്റ് സീൻസും കാര്യങ്ങളും സ്ക്രീൻ പ്രസൻസും എല്ലാം നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒരു ടിപ്പിക്കൽ അജിത്ത് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹത്തിൻ്റെ പ്രീവിയസ് പടങ്ങളെക്കാൾ അല്ലെങ്കിൽ അജിത്തിൻ്റെ ഒരു പടം എന്നതിലുപരി ഒരു ഡയറക്ടറിൻ്റെ സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഡയറക്ടറിൻ്റെ സിനിമയിൽ അജിത്ത് എന്ന ആക്ടറിനെ നമുക്ക് കാണുവാൻ സാധിക്കുമെന്ന രീതിയിൽ അജിത്ത് സിനിമ എന്നതിനേക്കാൾ ഒരു കണ്ടൻറ്റ് ഓറിയൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മകിഴ് തിരുമേനി, ഇതിൻ്റെ ഡയറക്ടർ മകിഴ് തിരുമേനി, അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയായിട്ടാണ് എനിക്കിത് തോന്നിയത്. അദ്ദേഹത്തിൻ്റെ 6ാമത്തെ ചിത്രമാണിത്. ഈ പടം വിടാമുയർച്ച എന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം മുന്തിനം പാത്തേനെ 2010 പുറത്തിറങ്ങിയതാണ്. അതോടൊപ്പം തടയറത്താക്കിയ തുടങ്ങിയ ചിത്രങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ മികച്ച ചിത്രങ്ങളായിരുന്നു. വൻ വിജയം നേടിയ ചിത്രങ്ങളായിരുന്നു. മകിഴ് തിരുമേനിയെക്കുറിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്ലേ ഒക്കെ വളരെയധികം അടിപൊളിയായിരിക്കും. നല്ല എൻഗേജിങ് ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾക്കെല്ലാം. അതാണ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അജിത്ത് എന്ന സൂപ്പർ താരത്തെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ ഉറപ്പായിട്ടും നല്ല രീതിയിൽ ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മകിഴ് തിരുമേനി. ഇതിൻ്റെ ഷൂട്ടിങ് ചെയ്തിരിക്കുന്നത് അസർബൈജാനിലാണ്. അതും നമുക്ക് ആ ടീസറിൽ കാണുവാനായിട്ട് സാധിച്ചു. അതോടൊപ്പം നെഗറ്റീവ് റോളിൽ അർജുന്, അതോടൊപ്പം മങ്കാത്തിക്ക് ശേഷം ഇരുവരും ഒന്നിക്കുന്നു എന്നൊരു പ്രത്യേകത. അതോടൊപ്പം അജിത്തും തൃശയും വീണ്ടും ഒന്നിക്കുന്നു. അജിത്തും തൃശയും തമ്മിലുള്ള 5ാമത്തെ ചിത്രമാണെന്നാണ് തോന്നുന്നത്. ആദ്യത്തെ ചിത്രം ജി, 2ാമത്തെ കിരീടം, 3ാമത്തെ മങ്കാത്ത, 4ാമത്തേത് എന്നെ അറിന്താൾ. അതിനുശേഷം അവരുടെ 5ാമത്തെ ചിത്രം, അവർ തമ്മിൽ പേരായിട്ടുള്ള 5ാമത്തെ ചിത്രം വിടാമുയർച്ചി. എല്ലാം കൊണ്ടും വളരെ നല്ലൊരു ടീസറായിട്ടാണ് എനിക്ക് തോന്നിയത്. ചിത്രം 2025 പൊങ്കലിനാണ് റിലീസിനെത്തുക, അതായത് ജനുവരിയിൽ. അപ്പോൾ ഗുഡ് ബാഡ് അഗളി എന്നൊരു ചിത്രം ഓൾറെഡി പൊങ്കലിന് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനി മാറ്റി വയ്ക്കുമെന്ന് തോന്നുന്നു. അത് മിക്കവാറും ഏപ്രിൽ മാസം അല്ലെങ്കിൽ മെയ് മാസത്തിലേക്ക് പോകാനാണ് ചാൻസ്. ഏതായാലും ഈ വർഷത്തെ പൊങ്കൽ 2 വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം തിയേറ്ററിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഫാൻസ് കട്ട വെയിറ്റിംഗ് ആണെന്ന് പറയാം തമിഴ്നാട്ടിലൊക്കെ അദ്ദേഹത്തിൻ്റെ ആരാധകർ. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ സിനിമകളില്ലെങ്കിലും അപ്ഡേറ്റ് ഇല്ലെങ്കിലും അദ്ദേഹം എന്നും ട്രെൻഡിങ് ആയിരുന്നു. കാരണം കാർ റേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ വീഡിയോസും ഫോട്ടോസും എന്നും സോഷ്യൽ മീഡിയ വൈറലായിരുന്നു. പിന്നീട് അജിത്തെ കടവുള എന്നുള്ള ആ ട്രെൻഡിങ് ഡയലോഗ്സ് ഒക്കെ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലും റീൽസിലും കാര്യങ്ങളിലും ഒക്കെ അദ്ദേഹം വളരെ വൈറലായിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും അദ്ദേഹത്തിൻ്റെ മറ്റൊരു സംഭവം, അതായത് ഇന്നലെ രാവിലെയാണ് അദ്ദേഹത്തിൻ്റെ റേസിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ പുറത്തു വിടുന്നത്. അതോടൊപ്പം ഇന്നലെ വൈകിട്ട് അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയുടെ ടീസർ പുറത്തു വിട്ടിരിക്കുന്നത്. എല്ലാം കൊണ്ടും സോഷ്യൽ മീഡിയ നിന്ന് കത്തുകയാണ് ഇദ്ദേഹം. ഈ ഒരു മനുഷ്യൻ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എപ്പോഴും ഒരു മുന്നറിയിപ്പില്ലാതെയാണ് അദ്ദേഹത്തിൻ്റെ മിക്ക സിനിമകളുടെ അപ്ഡേറ്റുകൾ പുറത്തു വിടുന്നത്. അതായത് ഇന്നലെ രാത്രി 11:08 ഇതിൻ്റെ അപ്ഡേറ്റ് പുറത്തുവിട്ടത്.
പിന്നെ മറ്റൊരു ഇതായിട്ട് തോന്നുന്നത് അനിരുദ്ധിൻ്റെ BGM ആണ്. അനിരുദ്ധ് വേതാളത്തിന് ശേഷം അനിരുദ്ധും അജിത്തും കൂടെ ഒന്നിക്കുന്ന എന്നൊരു പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. വേതാളത്തിൻ്റെ മ്യൂസിക് അനിരുദ്ധായിരുന്നു. ആലുമായിട്ട് ഒരുമ പാട്ടുണ്ടാക്കിയ ഓളം നമുക്കറിയാമല്ലോ. ഏതായാലും BGMഉം അജിത്തിൻ്റെ തെരിഫയിങ് ആക്ഷനും കൂടെ ആയപ്പോഴേക്കും ടീസർ വേറെ ലെവലായി. ഏതായാലും പൊങ്കലിനാണ് അജിത്ത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം തല ദർശനം എന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.